വാർദ്ധക്യത്തിലും യൗവനം നിലനിർത്താൻ ഗൗതമബുദ്ധൻ പഠിപ്പിച്ച 7 പ്രധാന ശീലങ്ങൾ. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വാർദ്ധക്യത്തിലും ചെറുപ്പമായിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഭഗവാൻ ഗൗതമബുദ്ധൻ പറഞ്ഞുതന്ന ആ 7 പ്രധാന ശീലങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ആ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യും. അതിനു മുമ്പ് ഇത്തരം പ്രധാന വിവരങ്ങൾ തുടർന്നും ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വാർദ്ധക്യത്തിലും നിങ്ങൾ ചെറുപ്പമായിരിക്കാൻ? 60 വയസ്സായാലും 30 വയസ്സുള്ളതുപോലെ തോന്നിക്കാൻ, നിങ്ങളുടെ ഊർജ്ജം നിലനിർത്താൻ, നിങ്ങളുടെ മുഖത്തെ തിളക്കം നിലനിർത്താൻ? ഇതെങ്ങനെ സാധ്യമാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് സാധ്യമാണ്. നിങ്ങളുടെ ദൈനംദിന ശീലങ്ങൾക്ക് അതിന് കഴിയും. ചില ആളുകൾക്ക് 50 വയസ്സാകുമ്പോൾ തന്നെ വാർദ്ധക്യം തോന്നാം. എന്നാൽ ചിലർ 60 കഴിഞ്ഞാലും ചെറുപ്പവും ഊർജ്ജസ്വലരുമായി തുടരും. അതിന്റെ രഹസ്യം ശരിയായ ശീലങ്ങളാണ്. ഇന്ന് നിങ്ങളെ ചെറുപ്പമായി നിലനിർത്താൻ സഹായിക്കുന്ന 7 ഫലപ്രദമായ ശീലങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരും. ഈ 7 ശീലങ്ങളിൽ അവസാനത്തേത് ഏറ്റവും ശക്തവും ഫലപ്രദവുമാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ഒരു കഥയിലൂടെയാണ് നമ്മൾ ഈ ശീലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അതിനാൽ ശ്രദ്ധയോടെ കഥ പൂർണ്ണമായി കേൾക്കുക. പണ്ട് ആയുർവേദത്തിൽ വലിയ അറിവുള്ള ഒരു ഗുരുകാട്ടിൽ ആശ്രമം കെട്ടി താമസിച്ചിരുന്നു. പല ദിക്കിൽ നിന്നും ആളുകൾ അവരുടെ പ്രശ്നങ്ങളുമായി അദ്ദേഹത്തിന്റെ അടുത്ത് വരാറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു യുവാവ് ഗുരുവിന്റെ അടുത്തെത്തി പറഞ്ഞു, "ഗുരുദേവാ, എനിക്കിപ്പോൾ 25 വയസ്സ് മാത്രമാണ് പ്രായം. എങ്കിലും എനിക്കെപ്പോഴും ക്ഷീണവും തളർച്ചയും തോന്നുന്നു. എന്റെ ശരീരം ക്ഷയിച്ചു വരുന്നു. ആളുകൾ എന്നെ കണ്ടാൽ 50 വയസ്സായെന്ന് പറയുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ അടുത്ത് വന്നത്. ദയവായി എനിക്കൊരു പരിഹാരം പറഞ്ഞു തരണം." ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "മകനെ, അതിനുള്ള പരിഹാരം ഈ 7 ശീലങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നീ ഇത് ജീവിതത്തിൽ പകർത്തിയാൽ നീ ഊർജ്ജസ്വലനാവുക മാത്രമല്ല, നിനക്ക് ദീർഘായുസ്സും ലഭിക്കും." തുടർന്ന് ഗുരു പറഞ്ഞു, "ഇന്ന് ഞാൻ നിനക്ക് വളരെ ശക്തമായ 7 ശീലങ്ങൾ പറഞ്ഞുതരും. അതിലേറ്റവും പ്രധാനപ്പെട്ട ശീലം അവസാനത്തേതാണ്. അതുകൊണ്ട് നീ എന്റെ വാക്കുകൾ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കണം, മനസ്സിലാക്കണം." യുവാവിനെ നോക്കി ഗുരു പറഞ്ഞു, 1. അതിരാവിലെ എഴുന്നേൽക്കുക, സൂര്യരശ്മി ഏൽക്കുക. ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ശീലം അതിരാവിലെ എഴുന്നേൽക്കുകയും സൂര്യന്റെ ആദ്യ കിരണം ശരീരത്തിൽ ഏൽക്കുകയും ചെയ്യുക എന്നതാണ്. സൂര്യന്റെ ആദ്യ കിരണം വെളിച്ചം മാത്രമല്ല, ജീവശക്തിയും നൽകുന്നു. സൂര്യോദയത്തിന് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരം സ്വാഭാവികമായ സിർക്കാഡിയൻ റിഥവുമായി ശരീരത്തിന്റെ ക്ലോക്ക് താളത്തിലാകുന്നു. ഇത് ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകും. ഇത് നിങ്ങളുടെ ഊർജ്ജം, മാനസികാവസ്ഥ, ആരോഗ്യം എന്നിവയെ സ്വാധീനിക്കും. സൂര്യന്റെ ശക്തി എന്ന് വിളിക്കപ്പെടുന്ന വിറ്റാമിൻ ഡി എല്ലുകൾക്ക് ബലം നൽകുന്നു, ഹൃദയരോഗങ്ങളെ തടയുന്നു, ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ഗൗതമബുദ്ധനും പറഞ്ഞിട്ടുണ്ട്, സൂര്യനുദിക്കുന്നതിന് മുൻപ് ഉണരുന്നവൻ ജീവിതത്തിൽ എന്നും മുന്നിട്ട് നിൽക്കും. ഇത് ഒരു ശീലം മാത്രമല്ല, ഓരോ ദിവസവും നിനക്ക് പുതിയ ഊർജ്ജവും ഉന്മേഷവും നൽകുന്ന ഒരു വരദാനമാണ്. 2. നാഭിയിൽ എണ്ണ പുരട്ടുക. ഇനി ഞാൻ നിനക്ക് രണ്ടാമത്തെ പ്രധാന ശീലം പറഞ്ഞുതരാം. അത് നാഭിയിൽ എണ്ണ പുരട്ടുക എന്നതാണ്. യുവാവ് ചോദിച്ചു, "ഗുരുദേവാ, നാഭിയിൽ എണ്ണ തേയ്ക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ്?" ഗുരു പുഞ്ചിരിച്ചു, "മകനെ, നാഭി ശരീരത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. ഇത് ഒരു ചെറിയ കുഴി മാത്രമല്ല, ശരീരം മുഴുവനുമായി ബന്ധിപ്പിച്ച ഒരു ഊർജ്ജ കേന്ദ്രമാണ്. രാത്രി ഉറങ്ങുന്നതിനു മുൻപ് നീ നാഭിയിൽ കടുക് അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേക്കുമ്പോൾ അത് ശരീരത്തിനകത്തേക്ക് ആഴ്ന്നിറങ്ങും. നാഭിയിൽ എണ്ണ തേയ്ക്കുന്നത് ദഹനവ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. മലബന്ധം, ഗ്യാസ്, വയറ്റിലെ പ്രശ്നങ്ങൾ എന്നിവ മാറ്റാൻ ഈ ശീലം സഹായിക്കും. ഇതുകൂടാതെ ഇത് ചർമ്മത്തെ തിളക്കമുള്ളതാക്കുന്നു. കാരണം നാഭിയിൽ 72,000 നാഡികളുടെ ഒരു വലയുണ്ട്. അത് ശരീരം മുഴുവനും പോഷകങ്ങൾ നൽകുന്നു. എണ്ണ തേയ്ക്കുമ്പോൾ അത് ഞരമ്പുകൾ വഴി ചർമ്മത്തിലെത്തുകയും അതിന് ജലാംശം നൽകുകയും ചെയ്യുന്നു. ചുണ്ടുകൾ വിണ്ടുകീറുന്നത്, ചർമ്മം വരണ്ടുപോകുന്നത്, മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ എന്നിവ അകറ്റാൻ ഇത് സഹായിക്കും. മകനെ, എന്തിനാണ് വാർദ്ധക്യം പെട്ടെന്ന് വരുന്നത്? കാരണം ശരീരത്തിലെ രക്തയോട്ടം ദുർബലമാകുന്നു. എന്നാൽ നാഭിയിൽ എണ്ണ തേയ്ക്കുന്നത് രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു. ഇത് ശരീരത്തിലെ കോശങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്തുകയും വാർദ്ധക്യം വൈകിപ്പിക്കുകയും ചെയ്യും. 3. ചെമ്പ് പാത്രത്തിലെ വെള്ളം കുടിക്കുക. നമ്മുടെ പാരമ്പര്യത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു ശീലം ഞാൻ പറഞ്ഞുതരാം. അതാണ് ചെമ്പ് പാത്രത്തിൽ വെച്ച വെള്ളം കുടിക്കുക. യുവാവ് ചോദിച്ചു, "ചെമ്പ് പാത്രത്തിലെ വെള്ളത്തിന് എന്ത് പ്രത്യേകതയാണ്?" ഗുരു വിശദീകരിച്ചു, "മകനെ, ചെമ്പ് ഒരു സാധാരണ ലോഹമല്ല, മറിച്ച് ഇതൊരു സ്വാഭാവിക ആന്റിബയോട്ടിക്കാണ്. ശരീരത്തെ വിഷമുക്തമാക്കാൻ സഹായിക്കുന്നു. രാത്രി മുഴുവൻ ചെമ്പ് പാത്രത്തിൽ വെച്ച വെള്ളം രാവിലെ കുടിക്കുമ്പോൾ അത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നു. ഇത് കരളിന്റെയും വൃക്കയുടെയും ജോലി എളുപ്പമാക്കുന്ന ഒരു പ്രകൃതിദത്ത ശുദ്ധീകരണ പ്രക്രിയയാണ്. ആയുർവേദത്തിൽ ഇതിനെ താമ്രജലം എന്ന് പറയുന്നു. ഇത് വയറ്റിലെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മലബന്ധം, അസിഡിറ്റി എന്നിവ മാറ്റാൻ വളരെ ഫലപ്രദമാണ്. ചെമ്പുവെള്ളം ദഹനവ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു,
ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു, അതുവഴി ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും. ചെമ്പ് വെള്ളം ഹൃദയത്തിന് ഒരു വരദാനമാണ്. ഇത് രക്തസമ്മർദ്ദം സന്തുലിതമാക്കുകയും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു, കാരണം ചെമ്പിന് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. അത് ശരീരത്തെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കും. 4. 30 മിനിറ്റ് നടത്തവും യോഗയും. ഇനി ഞാൻ നിനക്ക് ശരീരത്തെ അകത്തുനിന്ന് ബലപ്പെടുത്തുന്ന ഒരു ശീലം പറഞ്ഞുതരാം. അതാണ് എല്ലാ ദിവസവും കുറഞ്ഞത് 30 മിനിറ്റ് നടക്കുകയും പതിവായി യോഗ ചെയ്യുകയും ചെയ്യുക. ഇത് നിന്റെ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്തുക മാത്രമല്ല, മനസ്സിനെ ശാന്തവും സന്തുലിതവുമാക്കുകയും ചെയ്യും. ഗുരു പറഞ്ഞു, നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തോടെ ഇരിക്കാൻ ചലനം ആവശ്യമാണ്. നീ ദിവസവും കുറഞ്ഞത് 30 മിനിറ്റ് നടക്കുകയോ യോഗ ചെയ്യുകയോ ചെയ്യുമ്പോൾ നിന്റെ രക്തയോട്ടം വേഗത്തിലാകും. ശരീരത്തിലെ ഓരോ കോശത്തിലും ഓക്സിജൻ നിറയും, അവയവങ്ങൾക്ക് പുതിയ ജീവൻ ലഭിക്കും. സൂര്യനമസ്കാരം ചെയ്യുന്നത് ശരീരത്തിന് വഴക്കം നൽകുന്നു, സന്ധിവേദന മാറ്റുന്നു, ശരീരത്തിലെ ഓരോ പേശിയെയും സജീവമാക്കുന്നു. യോഗയും പ്രാണായാമവും ചെയ്യുന്നവരുടെ ആയുസ് 10 മുതൽ 15 വർഷം വരെ കൂടാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രീയ ഗവേഷണങ്ങൾ പറയുന്നു. പ്രാണായാമം ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങളെ പുറന്തള്ളുകയും ശ്വാസകോശങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇത് സമ്മർദ്ദം കുറയ്ക്കുകയും ഹൃദ്രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. ഓർക്കുക, മടിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ട് എല്ലാ ദിവസവും സജീവമായിരിക്കുക. 5. ശരിയായ രീതിയിലുള്ള ഭക്ഷണം. ഇനി ഞാൻ നിനക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ശീലം പറഞ്ഞുതരാം. അതാണ് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുക. ഗുരു പറഞ്ഞു, ഭക്ഷണം വയറു നിറയ്ക്കാൻ മാത്രമല്ല, നമ്മുടെ ശരീരത്തിനും ആത്മാവിനും ഊർജം നൽകാനാണ്. എന്നാൽ ശരിയായ രീതിയിൽ കഴിച്ചില്ലെങ്കിൽ ഈ ഭക്ഷണം തന്നെ രോഗമായി മാറും. പ്രഭാത ഭക്ഷണം ഭാരമുള്ളതും രാത്രിയിലെ ഭക്ഷണം ലഘുവുമായിരിക്കണം. രാവിലെ ദഹനപ്രക്രിയ ഏറ്റവും ശക്തമായിരിക്കും, അതിനാൽ പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം ചവച്ചരച്ച് ശാന്തമായി സാവധാനം കഴിക്കണം. വേഗത്തിൽ കഴിച്ചാൽ ദഹനം മോശമാകും. ഓരോ ഉരുളയും കുറഞ്ഞത് 32 തവണ ചവയ്ക്കണം എന്ന് ആയുർവേദം പറയുന്നു. പതിവായ ഉപവാസം ഫാസ്റ്റിംഗ് ശരീരം വൃത്തിയാക്കുന്നു. ആഴ്ചയിലൊരിക്കൽ ഉപവസിക്കുന്നത് ശരീരത്തെ സ്വയം നന്നാക്കാൻ സഹായിക്കുന്നു. ഇതിനെ ഓട്ടോഫാജി എന്ന് വിളിക്കുന്നു. ഇത് വാർദ്ധക്യം വൈകിപ്പിക്കുകയും രോഗങ്ങളെ അകറ്റുകയും ചെയ്യും. 6. പോസിറ്റീവ് ചിന്തയും സമ്മർദ്ദമില്ലായ്മയും. നീ ശരിക്കും ആരോഗ്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. അത് പോസിറ്റീവ് ചിന്തയും സമ്മർദ്ദത്തിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ്. മനസ്സും ശരീരവും തമ്മിൽ ആഴമായ ബന്ധമുണ്ട്. മനസ്സിൽ സമ്മർദ്ദവും നെഗറ്റീവ് ചിന്തകളും നിറഞ്ഞാൽ ശരീരം പതുക്കെ രോഗിയാകും. സമ്മർദ്ദം കൂടുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ വർദ്ധിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ, അകാല വാർദ്ധക്യം എന്നിവയ്ക്ക് ഇത് പ്രധാന കാരണമാണ്. ടെൻഷൻ അടിക്കുന്നവരുടെ മുഖത്ത് പെട്ടെന്ന് ചുളിവുകൾ വരും, മുടി നരയ്ക്കും, ശരീരം ദുർബലമാകും. പരിഹാരമിതാണ്: ദിവസവും 10 മുതൽ 15 മിനിറ്റ് വരെ ധ്യാനം, മെഡിറ്റേഷൻ ചെയ്യുക. ധ്യാനം ചെയ്യുമ്പോൾ സെറോട്ടോണിൻ, ഡോപ്പമിൻ പോലുള്ള സന്തോഷം നൽകുന്ന ഹോർമോണുകൾ വർദ്ധിക്കുന്നു. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. പോസിറ്റീവായി ചിന്തിക്കുന്നവർ കൂടുതൽ കാലം ജീവിക്കുമെന്ന് ശാസ്ത്രജ്ഞരും വിശ്വസിക്കുന്നു. ഓർക്കുക, സമ്മർദ്ദത്തെ ഉപേക്ഷിക്കുക, ധ്യാനത്തെ സ്വീകരിക്കുക, എല്ലാ സാഹചര്യങ്ങളിലും പുഞ്ചിരിക്കുക. ഇതാണ് ദീർഘായുസ്സിന്റെ ഏറ്റവും വലിയ രഹസ്യം. 7. നല്ലതും ഗാഢവുമായ ഉറക്കം. ഇനി 7ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ശീലം. അതാണ് നല്ലതും ഗാഢവുമായ ഉറക്കം. ഗുരു പറഞ്ഞു, ഉറക്കം ശരീരത്തിന് വിശ്രമം നൽകാൻ മാത്രമല്ല, നിന്റെ മുഴുവൻ ശരീരത്തെയും നന്നാക്കാനുള്ള സമയമാണ്. ഉറക്കം പൂർത്തിയാക്കിയില്ലെങ്കിൽ ശരീരം അകത്തുനിന്ന് ദുർബലമാകും. രാത്രി 10 മണി മുതൽ രാവിലെ 4 മണി വരെ ശരീരം റിപ്പയർ മോഡിലായിരിക്കും. ഈ സമയത്ത് കരൾ, തലച്ചോറ്, പേശികൾ എന്നിവ സ്വയം നന്നാക്കുന്നു. നീ വൈകി ഉറങ്ങുകയോ മൊബൈൽ ഉപയോഗിക്കുകയോ ചെയ്താൽ ഈ പ്രക്രിയ നിലയ്ക്കും. ഫലം വേഗത്തിലുള്ള വാർദ്ധക്യം, ക്ഷീണം, രോഗങ്ങൾ എന്നിവയാണ്. 12 മണിക്ക് ശേഷം ഉറങ്ങുന്നവരുടെ ശരീരത്തിൽ മെലറ്റോണിൻ എന്ന ഹോർമോൺ ശരിയായി ഉണ്ടാകുന്നില്ല. ഈ ഹോർമോൺ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നു, ചർമ്മത്തെ ആരോഗ്യകരമാക്കുന്നു, വാർദ്ധക്യം കുറയ്ക്കുന്നു. 7 മുതൽ 8 മണിക്കൂർ വരെ ഗാഢമായി ഉറങ്ങിയാൽ ശരീരം സ്വയം നന്നാക്കുകയും ഹൃദ്രോഗങ്ങൾ, അമിതവണ്ണം, മാനസിക സമ്മർദ്ദം എന്നിവ കുറയ്ക്കുകയും ചെയ്യും. ഉറക്കത്തിൽ ലിംഫാറ്റിക് സിസ്റ്റം സജീവമാകുന്നു. ഇത് വിഷവസ്തുക്കളെ പുറന്തള്ളുന്നു. ഉറക്കം കുറഞ്ഞാൽ ഈ ടോക്സിനുകൾ അടിഞ്ഞുകൂടി ഓർമ്മശക്തിയെയും ചിന്താശേഷിയെയും ബാധിക്കും. പരിഹാരം: ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് മൊബൈൽ കാണുന്നത് നിർത്തുക. ഉറങ്ങുന്നതിന് മുൻപ് മഞ്ഞൾ, പാൽ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം കുടിക്കുക. കിടപ്പുമുറി ശാന്തവും ഇരുണ്ടതുമായി സൂക്ഷിക്കുക. ഗുരു അവസാനം പറഞ്ഞു, നല്ല ഉറക്കം എന്നാൽ ദീർഘായുസ്, ആരോഗ്യമുള്ള ശരീരം, ശാന്തമായ മനസ്സ് എന്നാണ്. നീ ഈ ശീലം സ്വീകരിച്ചാൽ വാർദ്ധക്യം വൈകി വരും,
നിന്റെ ചർമ്മം, ഹൃദയം, മനസ്സ് എന്നിവ എപ്പോഴും ചെറുപ്പമായിരിക്കും. യുവാവ് ഗുരുവിന് നന്ദി പറഞ്ഞു. ഈ ശീലങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തീരുമാനിച്ചു. ദീർഘായുസ്സിനും രോഗമുക്തിക്കുമായി ഗൗതമബുദ്ധൻ പഠിപ്പിച്ച 4 ആയുർവേദ നിയമങ്ങൾ. സുഹൃത്തുക്കളെ, ഭഗവാൻ ഗൗതമബുദ്ധൻ പറഞ്ഞുതന്ന ഒരു നിയമമുണ്ട്. അത് പിന്തുടർന്നാൽ നമുക്കെപ്പോഴും ആരോഗ്യത്തോടെയും രോഗങ്ങളിൽ നിന്ന് അകന്നുമിരിക്കാം. ആ നിയമം എന്താണ്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് അറിയാൻ പോകുന്നത്. ആയുർവേദത്തിൽ അത്തരമൊരു നിയമമുണ്ട്. അത് പിന്തുടർന്നാൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയും. വലിയ ആയുർവേദ പണ്ഡിതന്മാർ ഇന്നും ഈ നിയമത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ 4 നിയമങ്ങൾ നിങ്ങൾ പാലിച്ചാൽ ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെയും രോഗമില്ലാതെയും ഇരിക്കും. ഗ്യാസ്, അസിഡിറ്റി, സന്ധിവേദന, നടുവേദന, അമിതവണ്ണം, ബി.പി., ഷുഗർ, ഹൃദ്രോഗങ്ങൾ തുടങ്ങിയവയൊന്നും നിങ്ങളെ ബാധിക്കില്ല. ഒരു കഥയിലൂടെ ഈ 4 നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കൽ ആയുർവേദത്തിലെ പ്രസിദ്ധ ഗുരുവായ ആചാര്യ സുഖദേവൻ തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശം നൽകുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കുട്ടികളെ, ഭഗവാൻ ഗൗതമബുദ്ധൻ ലോകത്തിനായി 4 പ്രധാന നിയമങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഇവ പാലിച്ചാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകില്ല. ശിഷ്യന്മാർ ആകാംക്ഷയോടെ ചോദിച്ചു, ഗുരുവേ, അങ്ങനെയൊരു നിയമമുണ്ടോ? ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉണ്ട് മകനെ. ഈ നിയമങ്ങൾ പാലിച്ചാൽ നീ ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെയിരിക്കും. ഗുരു തുടർന്നു, ആയുർവേദത്തിൽ പറയുന്നു, ഒരാൾക്ക് രോഗമുക്തനായി ഇരിക്കണമെങ്കിൽ വാതം, പിത്തം, കഫം എന്നീ 3 ദോഷങ്ങളെ സന്തുലിതമായി നിലനിർത്തണം. വാതദോഷം കൂടിയാൽ 80-ലധികം രോഗങ്ങൾ വരും. സന്ധിവേദന, ഹൃദയാഘാതം, ബി.പി. പിത്തദോഷം കൂടിയാൽ 40 രോഗങ്ങൾ വരും. അസിഡിറ്റി, അൾസർ, നെഞ്ചരിച്ചിൽ. കഫദോഷം കൂടിയാൽ 20 രോഗങ്ങൾ വരും. അമിതവണ്ണം, ചുമ, ജലദോഷം. വാതം, പിത്തം, കഫം എന്നിവയുടെ അസന്തുലിതാവസ്ഥ കാരണമാണ് ക്യാൻസർ പോലുള്ള വലിയ രോഗങ്ങൾ വരെ ഉണ്ടാകുന്നത്. ഈ 3 ദോഷങ്ങളെ സന്തുലിതമാക്കാൻ സഹായിക്കുന്ന 4 നിയമങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1. ഭക്ഷണം കഴിച്ച ഉടൻ വെള്ളം കുടിക്കരുത്. നിങ്ങൾ പാലിക്കേണ്ട ആദ്യത്തെ നിയമം ഭക്ഷണം കഴിച്ച ഉടൻ വെള്ളം കുടിക്കരുത് എന്നതാണ്. ഭക്ഷണം കഴിച്ച ശേഷം വെള്ളം കുടിച്ചാൽ അത് വിഷം കുടിക്കുന്നത് പോലെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് വയറ്റിലെ ജഠരം എന്ന ഭാഗത്ത് എത്തിച്ചേരുന്നു. അവിടെ ജഠരാഗ്നി എന്ന അഗ്നി ജ്വലിക്കുകയും അത് ഭക്ഷണത്തെ ദഹിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ അടുക്കളയിലെ തീ ഭക്ഷണത്തെ പാചകം ചെയ്യുന്നതുപോലെ വയറ്റിലെ ഈ അഗ്നി ഭക്ഷണത്തെ പചനം ചെയ്യുന്നു. നിങ്ങൾ ഭക്ഷണം കഴിച്ച ഉടൻ വെള്ളം, പ്രത്യേകിച്ച് തണുത്ത വെള്ളം കുടിച്ചാൽ ആ അഗ്നി അണഞ്ഞുപോകും. അഗ്നിയും വെള്ളവും തമ്മിൽ സൗഹൃദമില്ല. അഗ്നി അണഞ്ഞാൽ ഭക്ഷണം ദഹിക്കില്ല, പകരം അത് വയറ്റിൽ കിടന്ന് ചീഞ്ഞളിയും. ചീഞ്ഞളിഞ്ഞ ഭക്ഷണം നിങ്ങൾക്ക് വിഷമായി പ്രവർത്തിക്കും. നിങ്ങൾ ജീവിതകാലം മുഴുവൻ രോഗിയായി തുടരും. ചീഞ്ഞളിഞ്ഞ ഭക്ഷണം കാരണം ഗ്യാസ്, നെഞ്ചെരിച്ചിൽ, വയറുവേദന എന്നിവയുണ്ടാകുന്നു. എത്ര സമയം കഴിഞ്ഞു വെള്ളം കുടിക്കണം? നിങ്ങൾ 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിനു ശേഷം മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. കാരണം വയറ്റിലെ അഗ്നി ഏകദേശം 1 മണിക്കൂർ വരെ ജ്വലിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. ഭക്ഷണത്തിന് മുൻപും ഇടയിലും, ഭക്ഷണം കഴിക്കുന്നതിന് 40 മിനിറ്റ് മുൻപ് വയറു നിറയെ വെള്ളം കുടിക്കാം. ഭക്ഷണത്തിന്റെ ഇടയ്ക്ക് അല്പം, 1 കവിൾ വെള്ളം കുടിക്കാം. ഭക്ഷണശേഷം എന്തു കുടിക്കാം? രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം പഴച്ചാറുകൾ കുടിക്കാം. ഉച്ചഭക്ഷണത്തിന് ശേഷം മോരും വെള്ളം അല്ലെങ്കിൽ ലസ്സി കുടിക്കാം. രാത്രി ഭക്ഷണത്തിന് ശേഷം പാൽ കുടിക്കാം. ഈ ലളിതമായ നിയമം പാലിച്ചാൽ വാതം, പിത്തം, കഫം എന്നിവ സന്തുലിതമാകും. 2. സിപ്പ് ചെയ്ത് വെള്ളം കുടിക്കുക. രണ്ടാമത്തെ നിയമം, നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ചായ കുടിക്കുന്നത് പോലെ കവിളായി സിപ്പ് മാത്രം കുടിക്കുക. പലരും ഒറ്റയടിക്ക് വേഗത്തിൽ വെള്ളം കുടിക്കാറുണ്ട്. ഇത് തെറ്റാണ്. നിങ്ങൾ സിപ്പ് ചെയ്ത് കുടിക്കുമ്പോൾ വായിലെ ക്ഷാരഗുണമുള്ള ഉമിനീർ വെള്ളത്തിൽ കലർന്ന് വയറ്റിലെത്തുന്നു. വയറ്റിലെപ്പോഴും അമ്ലഗുണം ആസിഡ് ഉണ്ടാകാറുണ്ട്. ഉമിനീർ ഈ ആസിഡിനെ സന്തുലിതമാക്കുന്നു. വയറ്റിൽ അസിഡിറ്റി ഉണ്ടാകുന്നില്ലെങ്കിൽ രക്തത്തിലും അസിഡിറ്റി ഉണ്ടാകില്ല. രക്തത്തിൽ അസിഡിറ്റി ഇല്ലാത്തവർക്ക് വാതം, പിത്തം, കഫം എന്നിവയുടെ അസന്തുലിതാവസ്ഥ ഉണ്ടാകില്ല. അവർ ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെയിരിക്കും. മനുഷ്യരല്ലാത്ത മൃഗങ്ങളെയും പക്ഷികളെയും ശ്രദ്ധിക്കുക. അവയൊന്നും ഒറ്റയടിക്ക് വെള്ളം കുടിക്കാറില്ല. അവയെല്ലാം സിപ്പ് ചെയ്തും നക്കിക്കുമാണ് വെള്ളം കുടിക്കുന്നത്. അതുകൊണ്ടാണ് അവയ്ക്ക് രോഗങ്ങളില്ലാത്തത്. 3. തണുത്ത വെള്ളം പൂർണ്ണമായും ഒഴിവാക്കുക. മൂന്നാമത്തെ നിയമം, എത്ര ദാഹിച്ചാലും നിങ്ങൾ തണുത്ത വെള്ളം കുടിക്കരുത്. ഫ്രിഡ്ജിൽ വെച്ച വെള്ളം അല്ലെങ്കിൽ ഐസ് ചേർത്ത വെള്ളം ഒരിക്കലും കുടിക്കരുത്. നിങ്ങളുടെ ശരീരം ചൂടുള്ളതാണ്, വെള്ളം തണുത്തതും. തണുത്ത വെള്ളം കുടിക്കുമ്പോൾ വയറ്റിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. സാധാരണ താപനിലയിലുള്ള വെള്ളം കുടിക്കുമ്പോൾ വയറ്റിന് അതിനെ ചൂടാക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് എളുപ്പത്തിൽ ശരീരത്തിൽ വിതരണം ചെയ്യപ്പെടുന്നു. നിങ്ങൾക്ക് തണുത്ത വെള്ളം വേണമെങ്കിൽ മൺകുടത്തിലെ വെള്ളം കുടിക്കാം. അത് ആരോഗ്യത്തിന് ഹാനികരമല്ല. 4. രാവിലെ ഉണർന്ന ഉടൻ കുടിക്കാതെ വെള്ളം കുടിക്കുക. നാലാമത്തെ നിയമം, രാവിലെ എഴുന്നേറ്റ ഉടൻ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനു മുൻപ് കവിളിൽ കൊള്ളാതെ വെള്ളം കുടിക്കുക.
കണ്ണു തുറന്നയുടൻ 2-3 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക. അതിനുശേഷം മാത്രം ശൗചാലയത്തിൽ പോകുക. പ്രധാനപ്പെട്ട 2 ഗുണങ്ങൾ. 1. വയറ് വൃത്തിയാക്കുന്നു. രാത്രി മുഴുവൻ ഭക്ഷണം ദഹിക്കുന്ന പ്രക്രിയ കഴിഞ്ഞിരിക്കും. രാവിലെ വെള്ളം കുടിക്കുമ്പോൾ അത് വൻകുടലിനെ സജീവമാക്കുന്നു. മലവിസർജനം എളുപ്പത്തിലാക്കുന്നു. മലബന്ധം, അസിഡിറ്റി തുടങ്ങിയ വയറിലെ പ്രശ്നങ്ങൾക്ക് ഇതാണ് ഒരേയൊരു പരിഹാരം. 2. വയറ്റിലെ അമ്ലത്വം കുറയ്ക്കുന്നു. ഉറങ്ങുമ്പോൾ വായിൽ ക്ഷാരഗുണമുള്ള ഉമിനീർ രൂപപ്പെടുന്നു. രാവിലെ വെള്ളം കുടിക്കുമ്പോൾ ഈ ഉമിനീർ വയറ്റിലെത്തി അവിടെയുള്ള ആസിഡിനെ സന്തുലിതമാക്കുന്നു. ഈ നിയമങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെയിരിക്കും.